പോയി നോക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കാം. അപ്പൊ രാജു വന്നു പറഞ്ഞു, എന്റെ വിവരമൊന്നുമില്ലല്ലോ. ഞാൻ ഒന്ന് രണ്ട് തിരക്കിങ്ങനെ ഞങ്ങൾക്കറിയില്ല കാര്യങ്ങളൊക്കെ. സംഭവം ഞാൻ അറിഞ്ഞു. പിന്നെ എന്നിട്ട് എന്താ ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ആ, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഞാൻ പെരിയ ടൈൽസ് ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന്റെ ഇതിങ്ങനെ നോക്കിയാണ്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങളത് ഒന്ന് പോയി നോക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ എന്നിട്ട് ഇന്നിപ്പോ എന്താ തിരക്കുണ്ടോ? ആ ആയിക്കോട്ടെ എന്നാ ശരിടാ. ഓക്കെ ശരിയാവും. ഇജ്ജ് ബേജാറാവൊന്നും വേണ്ട കേട്ടോ. അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ചോരം ഉണ്ടാത്തു? അനക്ക് എന്ത് തേങ്ങ അവനെ കുറിച്ച് അറിയാം? ഓനും അമീനൊക്കെ കണക്കാം. ഓപ്പ എത്ര ദിവസമായി ഗൾഫിൽ നിന്നിട്ട് അറിയാം. ഒരു മുട്ടായി പോലും കൊണ്ടു വന്നിട്ടില്ലോ. എന്നിട്ട് ഓനോട് വർത്താനം. ചെങ്ങായി എനക്ക് ഓന്റെ കാര്യങ്ങൾ വല്ലതും അറിയും. ഓ എന്തിനാ വന്നതെന്ന് അറിയും. ഇപ്പൊ പോയിട്ട് 2 മാസമായിട്ടല്ലേ ഉള്ളൂ. കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ട് ജി പറയണു? അനക്കറിയില്ല എഞ്ചോന്റെ കാര്യങ്ങള്. 2 മാസമായിട്ടുള്ളൂ ഓൻ പോയിട്ട്. ഓന് സുഖമില്ലായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ചികിത്സിച്ചാന് ഒരുപാട് പൈസ ആവുന്ന പറഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ചികിത്സിച്ചാറ് പോകുന്നതാണ്. അന്ന് ടിക്കറ്റിന് പൈസ കയറ്റേ എന്നോടോ ചോദിച്ചിരുന്നില്ലേ? അന്നോടും ചോദിച്ചിട്ടുണ്ടാവും. അന്ന് ചെന്തെങ്കിലും കൊടുത്തിരുന്നോന്? അതാ പറയണത്. ആരും അങ്ങോട്ടൊന്നും കൊടുക്കണമല്ലോ. ഇങ്ങോട്ട് കിട്ടാല്ല എന്താ നോക്കുള്ളൂ. ഗൾഫുകാരന്റെ അവസ്ഥ അതാണ്. ഞാനും 4-5 കൊല്ലം പോയി നിന്നാണ് അവിടെ. എനിക്കറിയാം അതിന്റെ കാര്യങ്ങൾ. അവിടെ നിന്ന് പോയി നിന്നോക്കണം അതിന്റെ കഷ്ടപ്പാട് അറിയണമെങ്കിൽ. ഒപ്പം ഇവിടെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടന്നിരുന്ന മാതിരിയല്ല. അവിടെ പോയിട്ടേ പണി എടുത്തുകാണ് ഇതാവുമ്പോൾ അതിന്റെ അറിയുള്ളൂ. അത് മനസ്സിലായിക്കോ.